ഇല്ലില്ല. കാരണം അദ്ദേഹത്തോട് മത്സരിക്കാൻ കേരള രാഷ്ട്രീയത്തിൽ ആരും യോഗ്യനല്ല. കാരണം അത്രമാത്രം നുണ ഇങ്ങനെ വന്നിരുന്ന് അങ്ങ് പറയുക. അങ്ങ് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും ഉത്തരവില്ലാത്ത ചോദ്യം ചോദിക്കുമ്പോൾ പറയുന്നത് എന്നാൽ പിന്നെ നിങ്ങൾ ഇവിടെ വന്നിരിക്കാനാണ് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ കാപട്യ മുഖം മനസ്സിലാക്കി. പക്ഷേ ഈ പ്രളയ സമയത്ത് എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അതിനെ അതിജീവിക്കാനുള്ള പ്രവർത്തനമാണ് അദ്ദേഹം ഏറ്റെടുക്കേണ്ടിയിരുന്നത്. അല്ല, ഇന്നലെ മുഖ്യമന്ത്രി വന്നപ്പോൾ വ്യാപാരികൾ ആ വിവരങ്ങളെല്ലാം സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉത്തരവാദി ആ പാവപ്പെട്ട വ്യാപാരികളല്ല. ഈ വെള്ളം റാന്നി ടൗണിൽ കയറി കടകൾ എല്ലാം വെള്ളത്തിനടിയിലായതിൻ്റെ ഉത്തരവാദി എന്തായാലും വ്യാപാരികളല്ലല്ലോ. അവർ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അവർ മാറ്റിയേനെയും ആ സാധനങ്ങളെല്ലാം മാറ്റിയേനെയും. ഗവൺമെൻറ്റാണ് ഉത്തരവാദി. ഈ ഡാം തുറന്നു വിട്ടാണ് ഈ വെള്ളം അവിടെ എത്തിയത്. ഗവൺമെൻറ്റാണ് ഉത്തരവാദി. ഗവൺമെൻറ് മുഴുവൻ വ്യാപാരികളുടെയും നഷ്ടത്തിൻ്റെ യഥാർത്ഥ കണക്കെടുത്ത് എത്ര രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ടോ ആ പണം അവർക്ക് കൊടുക്കണം. അതിന് ഏത് മന്ത്രി പറഞ്ഞാലും അതാണ് നിലപാട്. ഇപ്പോൾ ഇവിടെ 6 ക്യാമ്പ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 6 ക്യാമ്പ് മാത്രം കോന്നി നിയോജകമുണ്ട്, 6 ക്യാമ്പുകൾ. അപ്പോൾ അതിൽ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബന്ധുവീടുകളിലേക്കൊക്കെ കുറേ ആളുകൾ മാറിയിട്ടുണ്ട്. 192 ആളുകൾ ഇന്നത്തെ കണക്ക്, രാവിലത്തെ കണക്ക്. അല്ല, അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനകത്ത് എല്ലായിടത്തും നാട്ടുകാരങ്ങ് ഇറങ്ങുമായിരുന്നു. കാരണം 2 KSEB ഉദ്യോഗസ്ഥർ വന്നിട്ട് എന്ത് ചെയ്യാനാ? ഫയർഫോഴ്സ് ഇത്ര എല്ലായിടത്തും നശിച്ചു. 2-3 യൂണിറ്റ് ഫയർഫോഴ്സ് ഉണ്ടായിട്ട് അവരെ കൊണ്ട് എന്ത് ചെയ്യാൻ വേണ്ടി കഴിയും? അപ്പോൾ പിന്നെ മറ്റൊരു മാർഗവും ഇല്ലാതിരുന്നപ്പോൾ ജനം അങ്ങിറങ്ങി. ജനപ്രതിനിധികൾ ഞങ്ങൾ അതിനെല്ലാം നേതൃത്വം കൊടുത്തു, കോർഡിനേറ്റ് ചെയ്തു. ഒക്കെ ബന്ധപ്പെട്ട സന്നദ്ധ സംഘടനകൾ, ഒരുപാട് സംഘടനകളെ ഉപയോഗിച്ചു. എല്ലാവരെയും ഉപയോഗിച്ചുകൊണ്ട് അതെല്ലാം കിണർ ഉൾപ്പെടെ ക്ലീൻ ചെയ്തു. അങ്ങനെയാണ് ഞങ്ങൾക്കതിനെ അതിജീവിക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഉരുൾപൊട്ടൽ 3 സ്ഥലങ്ങൾ. അതിനകത്ത് ഈ ഉരുൾപൊട്ടൽ സാധ്യത ഉള്ള സ്ഥലങ്ങൾ സംബന്ധിച്ച് ജില്ലാ ഭരണകൂടത്തിൻ്റെ കയ്യിൽ സ്ഥലങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇത് സംബന്ധിച്ച് നേരത്തെ നിർദ്ദേശം കൊടുത്താൽ മതി, അവരവിടുന്ന് മാറും. അപ്പോൾ ആ ഒരു സാധ്യത ഉണ്ടായില്ല. പിന്നെ ഇതിന് ശേഷമാണെങ്കിലും നിങ്ങൾ കൊക്കാത്തോട്ടിലും ഈ പറയുന്ന തേക്ക് തോട്ടിലും ഒക്കെ ഒന്ന് പോവണം. അത്ഭുതം കൊണ്ടാണ് ജീവൻ രക്ഷപ്പെട്ടത്. കാരണം 2 വീട്, ആ 2 വീടിൻ്റെ ഇടയിലൂടെയാണ് ഉരുൾപൊട്ടി ഒഴുകിപ്പോയത്, ചേർന്ന വീടുകൾ. അപ്പോൾ അത്രമാത്രം ഭയാനകമായ സ്ഥിതിയാണ് പല ഭാഗങ്ങളിലും ഉണ്ടായിട്ടുള്ളത്. അതെ, ഉണ്ടായിട്ടുണ്ട്. ഞാൻ പിന്നെ അവിടെ ചെന്ന് നാട്ടുകാരെ കൂട്ടി എല്ലാം കോർഡിനേറ്റ് ചെയ്ത് മാറ്റുക. അല്ല, മാർഗ്ഗമില്ലല്ലോ, നമുക്കിതിനെ ചെയ്തല്ലേ പറ്റൂ. അവിടെ ചെന്നപ്പോൾ വില്ലേജ് ഓഫീസർ ഇല്ല, പല വില്ലേജിലും ഓഫീസർമാരില്ല. ഇപ്പോൾ നഷ്ടത്തിൻ്റെ വീടിൻ്റെ കണക്കെടുക്കണമെന്നാണ് പറയുന്നത്. വില്ലേജ് ഓഫീസറിൽ കൊടുക്കുന്ന അപേക്ഷ നേരെ പഞ്ചായത്തിൻ്റെ എയ്ക്ക് കൊടുക്കും. പഞ്ചായത്തിൻ്റെ എ അതിൻ്റെ നഷ്ടം നിജപ്പെടുത്തി കൊടുക്കണം. പല എയിമാരും ഇല്ല. നിങ്ങൾ കണക്കെടുക്ക്, എയിമാരില്ല. ഇപ്പം ഒന്നും വേണ്ടാന്നേ. പല മന്ത്രിമാരുടെ ഓഫീസ് ഇത്രയും കാലമായിട്ട് ഫംഗ്ഷൻ ആയിട്ടില്ലെന്നേ. നമ്മളിനി മന്ത്രിമാരോട് പരാതി പറയാന്ന് വെച്ചാൽ ആരോട് പറയും?
പല മന്ത്രിമാരെ ഇതിൻ്റെ ഇടയ്ക്ക് വിളിച്ചു, ഒറ്റ മന്ത്രി ഭാഗ്യം കൊണ്ട് ഫോൺ എടുത്തില്ല. അല്ല, പരമാവധി അഫക്റ്റ് ചെയ്യാൻ ഞങ്ങൾ നോക്കി. പക്ഷെ ഇപ്പോഴും വൈദ്യുതി പൂർണ്ണമായി കൊടുക്കാൻ കഴിയുന്നില്ല. പല ഭാഗത്തും ഇപ്പോഴും വൈദ്യുതി കൊടുക്കാൻ കഴിയാത്ത സ്ഥിതി. പല ഭാഗത്തെ റോഡുകൾ ഇപ്പോഴും ഗതാഗത യോഗ്യമാക്കി കൊടുക്കാൻ കഴിയാത്ത സ്ഥിതി. റോഡിൻ്റെ എല്ലാം മണ്ണെല്ലാം ഇടിഞ്ഞ് അങ്ങനെയുള്ള സ്ഥിതിയുണ്ട്. വേണ്ട, കണക്കെടുക്കുന്നില്ലെന്നേ. കണക്കെടുക്കാൻ ഇപ്പോൾ നമ്മൾ എടുക്കേണ്ട കാര്യമല്ലല്ലോ, ഉദ്യോഗസ്ഥരത്തി എടുക്കേണ്ട കാര്യമല്ലേ. അവരുടെ കയ്യിൽ ഒരു കണക്കുമില്ല. വില്ലേജിൽ കൊണ്ടുപോയാലും പാവങ്ങൾ അപേക്ഷ കൊടുത്ത കണക്കാണ് ഇവർ ഈ പറയുന്ന കണക്ക്. അപ്പോൾ അതെല്ലാം അടിയന്തരമായി പരിഹരിക്കാൻ ഇനിയെങ്കിലും ജില്ലാ ചുമതലയുള്ള മന്ത്രി ഇവിടെ വന്ന് യോഗം വിളിക്കുകയോ ഈ സ്ഥലം സന്ദർശിക്കാനോ തയ്യാറാവണം.